എല്ലാവർക്കും നമസ്കാരം. ടോൾ പോപ്പി സിൻഡ്രം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. കഴിവോ വിജയമോ പ്രശസ്തിയോ നേടുന്ന വ്യക്തിയോടുള്ള അസൂയയോ സാമൂഹിക സമത്വം നഷ്ടപ്പെടുമെന്ന ഭയത്താലോ മറ്റുള്ളവർ ചേർന്നോ താഴേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്ന സാമൂഹിക പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ടോൾ പോപ്പി സിൻഡ്രം. പോപ്പി കൃഷി ചെയ്യുന്ന വയലുകളിൽ മറ്റുള്ളവയേക്കാൾ വളർന്നു നിൽക്കുന്ന ചെടികളെ അരിഞ്ഞു വീഴ്ത്തുന്ന ഒരു രീതിയാണത്. ഈ പ്രതിഭാസം മനുഷ്യർക്കിടയിലുണ്ട്. നമ്മുടെ സമൂഹത്തിലോ കൂട്ടത്തിലോ ഒരാൾ വളർന്നു വരുമ്പോൾ അവരെ അനാവശ്യമായി വിമർശിക്കുക, നേട്ടങ്ങളെ ചെറുതായി കാണിക്കുക, ഒറ്റപ്പെടുത്തുക. വളർച്ചയിലേക്ക് പോകുന്ന ഓരോ വ്യക്തിയും ഇത്തരം അനാരോഗ്യകരമായ പ്രവണതകളെ നേരിടേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ ഓർത്തിരിക്കണം, സ്റ്റാൻഡ് ടോൾ ഇൻ യുവർ പ്ലേസ് ഓഫ് ഗ്രേറ്റ്നസ്. യാതൊരു കാരണവുമില്ലാതെ അസൂയയുടെ തേരിലേറി ഒരു സമൂഹം വളരുന്ന ഒരു വ്യക്തിക്ക് നേരെ ഇങ്ങനെ വാളെടുക്കുമ്പോൾ ദൈവാശ്രയത്തോടെ, അടിയുറച്ച ദൈവവിശ്വാസത്തോടെ, കരുത്തുറ്റ ആത്മവിശ്വാസത്തോടെ കഴിവുകളെ ദിനംതോറും മികവുള്ളതാക്കാൻ, ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധ്യമാകണം. ക്രിസ്തുവിന് ചുറ്റും ജനം കൂടുമ്പോൾ, അനേകർ വന്ന് രോഗസൗഖ്യം പ്രാപിക്കുമ്പോൾ, അവൻ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ, അവൻ്റെ കാരുണ്യം നുണയുവാനായിട്ട് ആയിരക്കണക്കിന് മനുഷ്യർ അവൻ്റെ ചുറ്റുവട്ടങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ, അവൻ്റെ നാടും ചുറ്റുവട്ടങ്ങളുള്ളവരും സ്വന്തം ജനം തന്നെയും ഇവൻ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അവനെ വാക്കുകൾ കൊണ്ട് അരിയുവാനൊരു ശ്രമം നടത്തുന്നുണ്ട്. അവയ്ക്ക് ചെവി കൊടുക്കാതെ ആഴമുള്ള പ്രാർത്ഥനയോടെ കർത്താവ് ജീവിച്ചു കാണിച്ചു. ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുമ്പോഴും എങ്ങനെയാണെന്ന് നാം ജീവിതത്തെ നേരിടേണ്ടെന്ന വലിയ മാതൃകയാണ് ക്രിസ്തു നമുക്കായി കാണിച്ചു തന്നത്. മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടാതിരിക്കാനുള്ളൊരു മനസ്സുകൂടി നമ്മൾ ആർജിക്കണം. ഓരോരുത്തരും അവരവരുടെ ഇടങ്ങളിലാണ് വളരുന്നത്. അവരവർക്ക് ചേരുന്ന വളർച്ച അതവർ നേടിക്കൊള്ളട്ടെ. അതിൽ ഞാൻ അസൂയപ്പെട്ടിട്ട് എന്താണ് കാര്യം? വളർത്തുന്നവൻ സ്വയം വളരുക കൂടിയാണ് ചെയ്യുന്നത്. വളരുന്നവന്റെ തലയേറിയലല്ല ജീവിതം, സ്വന്തം ജീവിതത്തെ മെച്ചപ്പെടുത്തലാണത്. സദൃശവാക്യങ്ങൾ 14 അധ്യായം 30 വാക്യം. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിങ്കലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ജീവിത വഴികളിൽ നിന്നെ മുറുകെ പിടിക്കാൻ കൃപയരുളണമേ. ജീവിതത്തെ മികവുറ്റതാക്കാൻ പരിശുദ്ധാത്മ കൃപ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയയുടെ അഗ്നിയിൽ എരിയാതിരിപ്പാൻ ദൈവകൃപ ഞങ്ങളിലേക്ക് പകരണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ, അനുഗ്രഹിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.